രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കിയത്. കാരണം ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്നത് സ്ത്രീ വിഷയങ്ങളിലാണ്. നിരവധി യുവതികളെ ട്രാപ്പിലാക്കുകയും തന്നിൽ നിന്നും ഗർഭിണിയായ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും അത് ചെയ്തില്ലെങ്കിൽ വേണമെങ്കിൽ കൊന്നു കളയുക വരെ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഇതുവരെ പുറത്തു വന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വനിതാ നേതാക്കൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് വനിതാ നേതാക്കളുടെ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 ശക്തമായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായി. മാങ്കൂട്ടത്തിൽ അടിയന്തരമായി MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ഉമ തോമസ് MLA അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. തെറ്റു ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകാമായിരുന്നെന്നും പ്രതികരിക്കാത്തതിനാൽ ആരോപണങ്ങൾ സത്യമാണെന്ന് വേണം കരുതാനെന്നും. പക്ഷേ ഈ അഭിപ്രായത്തിന് ഉമ തോമസ് നൽകിയ വില വളരെ വലുതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും വെട്ടുകിളിക്കൂട്ടങ്ങൾ ഉമ തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ ഉപയോഗിച്ചാണ് മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സാക്ഷിക്കൊപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഷാനിമോൾ രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തോട് സംസാരിച്ചിരുന്നുവെന്നും പറഞ്ഞിരുന്നു. അതിനിടെ KC വേണുഗോപാലിൻ്റെ ഭാര്യ ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയായിരുന്നു. പേടിയാകുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നായിരുന്നു പോസ്റ്റ്. ഇത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പാർട്ടിക്കുള്ളിലെ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളെക്കുറിച്ച് ഷാഫി പറമ്പിൽ MPക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനും അറിയാമായിരുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലോടെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും നിലവിൽ DYFI നേതാവുമായ AK ഷാനിബ് രംഗത്തെത്തിയത്. റിപ്പോർട്ടർ TVയിലെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ സംസാരിക്കുകയായിരുന്നു AK ഷാനിബ്. താൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കാലത്ത് പാലക്കാട് നടന്ന ചിന്തൻ ശിബിരത്തിൽ പങ്കെടുത്ത യുവതിയോട് മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് രാത്രിയിൽ അപമര്യാദയായി പെരുമാറിയിരുന്നുവെന്നും ഷാനിബ് വെളിപ്പെടുത്തി. ഇതിൽ രേഖാമൂലം പരാതി നൽകിയിട്ടും ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവും സ്വീകരിച്ച നിലപാട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന നിലപാടാണ് തുടർന്നുണ്ടായതെന്നും ഷാനിബ് ആരോപിക്കുന്നു. 2009 മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ഒരു യുവതി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നു എന്നും ഷാനിബ് ചർച്ചയിൽ വെളിപ്പെടുത്തി. CPM രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ രാജിവെക്കണം എന്നൊരു നിലപാടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ അതാർക്കാണ് ഗുണം ചെയ്യുക എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ടല്ലോ. അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? തീർച്ചയായും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണവും CPMോ DYFIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇത് നേരിട്ട് പല കാര്യങ്ങളും നേരിട്ട് കേൾക്കുകയും പല കാര്യങ്ങൾക്കും പരാതി നേരിട്ട് കൊടുക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് മുൻപും ഇത്തരം കാര്യങ്ങളുണ്ടെന്നും പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലുമാണ് ഇയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പാർട്ടിക്കകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ നിരന്തരമായി ഉയർന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തുടരാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആകെയുള്ളത് 5 or 6 പെൺകുട്ടികളാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. ആ 5 or 6 പെൺകുട്ടികൾ ഉൾപ്പെടുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തലപ്പത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരാളെ പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി നിങ്ങൾക്ക് എങ്ങനെ ഇരുത്താൻ കഴിയും? അതാണ് പ്രസക്തമായ ചോദ്യം. അവിടെ സ്ത്രീകൾക്ക് വരേണ്ടി വരും, വനിതകൾക്ക് വരേണ്ടി വരും, വിദ്യാർത്ഥിനികൾക്ക് വരേണ്ടി വരും, വീട്ടമ്മമാർക്ക് വരേണ്ടി വരും, അവർക്ക് ശുപാർശകൾ കൊടുക്കേണ്ടി വരും, അവർക്ക് പരാതികൾ കൊടുക്കേണ്ടി വരും, അപേക്ഷകൾ കൊടുക്കേണ്ടി വരും, ജോലിക്കാരും ഉണ്ടാക്കും. അങ്ങനെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് എല്ലാവർക്കും സമീപിക്കേണ്ട ഒരാളാണ് MLA. അങ്ങനെയുള്ള ഒരു MLA ആയി അയാളെ പാലക്കാട് തന്നെ നിലനിർത്തും എന്ന നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയപ്പോഴാണ് ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ടാണ് DYFIയും SFIയും ഒക്കെ സമരത്തിലേക്ക് പോയത്. ഞങ്ങളുടെ ആവശ്യം തീർച്ചയായും
യൂത്ത് കോൺഗ്രസിലെ പ്രസിഡന്റായിട്ട്, ഒരു യുവജന സംഘടനയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ യോഗ്യതയില്ലാത്തയാളെ പാലക്കാടിന് മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. രാജിവെക്കണം. ആ രാജിവെക്കുന്നത് വരെയുള്ള സമരവുമായി ഡിവൈഎഫ്ഐയും CPM-ഉം സമരവുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഞാൻ അറിഞ്ഞ ഒരു കാര്യം, CPM-ന് ഇന്നേക്ക് ആ നിലപാടിൽ രാജി എന്ന ആവശ്യത്തിൽ ഊന്നേണ്ടതുണ്ടോ എന്ന സംശയം CPM-നുമുണ്ട് എന്ന് ഞാൻ കേട്ടു. അത് സത്യാവസ്ഥയാണെങ്കിൽ അങ്ങൊന്ന് വിശദീകരിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആരെ സഹായിക്കുമെന്നുള്ളത് CPM-നെ കൂടി ആശങ്കപ്പെടുത്തുന്ന കാര്യമാണല്ലോ. കേവലം തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ട ഒരു കാര്യമേ അല്ല സ്മൃതി ഇത്. അതെ, നിങ്ങളും ഇതൊക്കെ ഈ പുറത്തെ ആളുകൾ കേട്ടതിനേക്കാൾ കൂടുതൽ ഓഡിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിഞ്ഞ ആളാണ് സ്മൃതി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യമേ അല്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന പല കാര്യങ്ങളും ഇവിടെ ഇരുന്ന് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. ശ്രീകുമാരേട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. ശ്രീകുമാരേട്ടൻ പ്രതിദാനം ചെയ്യുന്ന ജില്ലയിലെ ഒരു സംഭവമുണ്ട്. എനിക്കത് പറയാൻ കഴിയില്ല. അത് എത്രത്തോളം ക്രൂരമാണ് എന്നതുകൊണ്ടാണ് ഉമാ തോമസ് MLA പോലെയുള്ള KC വേണുഗോപാലിന്റെ സഹധർമ്മിണി ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിനകത്തെ യുവതികൾ, ജനപ്രതിനിധികളായ ആളുകൾ പോലും ഒരു നിമിഷം പോലും അയാൾ അവിടെ തുടരാൻ അർഹനല്ല എന്ന് കൃത്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ പിന്നെ എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെടുത്തി ഇതിനെ നമുക്ക് സംസാരിക്കാനേ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ നിലപാട് CPM പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു നിലപാടിലേക്ക് CPM പോയതായിട്ട് എൻ്റെ ബോധ്യത്തിലില്ല. ഇനി രാജിവെച്ചാൽ തന്നെ രാജിവെച്ചത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ കഴിയുക? ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ഈ പരാതി എത്തിയത് ഇന്നോ ഇന്നലെയാണോ? ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണോ? അതിനു മുമ്പും അദ്ദേഹത്തിനടുത്ത് പരാതി വന്നിട്ടുണ്ട്. ഇപ്പൊ ആദ്യമായി പരാതി പറഞ്ഞ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി വളരെ വ്യക്തമായി, ഞാൻ ആ കുട്ടിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആ പെൺകുട്ടി തുടങ്ങി വെച്ച ആ ആർജവത്തോടു കൂടി ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് പറയാൻ തയ്യാറായതുകൊണ്ടാണ് ഇത് ഇതുവരെ എത്തിക്കാനെങ്കിലും ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ തരത്തിൽ ഒരാളെ തുറന്നു കാണിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത് ആ പെൺകുട്ടി എടുത്ത ഉറച്ച നിലപാടാണ്. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് 3.5 വർഷം മുമ്പ് ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റുന്ന ഫോറങ്ങളിലൊക്കെ ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടി മാധ്യമങ്ങളോട് പറയുകയാണ്, ഞാൻ പറഞ്ഞതിന് ശേഷം അയാൾക്ക് സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു, അയാൾക്ക് സ്വീകാര്യത കൂടിക്കൊണ്ടേയിരുന്നു. ഇത്രയും മോശമായി സംസാരിക്കുന്ന, മറ്റു പലരോടും മോശമായി സംസാരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ മറ്റ് പലരോടും പല മോശം സംസാരിക്കുകയും മോശം കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള ഒരാൾ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാൻ യോഗ്യനല്ലാത്തയാൾ ഇങ്ങനെ കയറി പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ പെൺകുട്ടി പറഞ്ഞാണ് അയാൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ പറ്റുന്നു, അയാൾക്ക് പിന്നെ MLA ആകാൻ പറ്റുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഏതാനും ഉപതെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പാണ് ആ കുട്ടി പരാതി പറഞ്ഞത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം മാധ്യമങ്ങളെ സാക്ഷി നിർത്തി തന്റെ പിതാവിനെ പോലെയുള്ളയാൾ അയാളുടെ മൂർധാവിൽ ചുംബിക്കുന്നു, എന്നിട്ട് മിടുമിടുക്കനാണ് എന്ന് പറയുന്നു. പരാതി സ്വന്തം മകളെ പോലെയുള്ള ഒരാൾ പരാതി പറഞ്ഞിട്ട് ആ പരാതി പറഞ്ഞയാളെ, ആരോപണ വിധേയനെ മൂർധാവിൽ ചുംബിച്ച് മിടുക്ക എന്ന് വിളിക്കുന്നത് ആ പെൺകുട്ടിയും കാണാണ്. അപ്പൊ അങ്ങനെ ഈ പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് സ്വന്തം മകളെ പോലെയുള്ള ഒരാളെ നിയമ നടപടിയിലേക്ക് പറഞ്ഞയച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ടി വരും. ഇവിടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തോട് നിരവധി പെൺകുട്ടികൾ ഈ വിഷയത്തിൽ പരാതികൾ രേഖാമൂലമല്ലെങ്കിലും സൂചനകളിലൂടെ, എനിക്ക് ഷാനി പറയേണ്ടത്, ഈ പരാതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് റിനിയുടെ കാര്യം താൻ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് കുടുംബമായിട്ട് തന്നെ ബന്ധമുള്ള കുടുംബ സുഹൃത്തുക്കളാണ്. ആ നിലയ്ക്ക് തന്നെ മകളെ പോലെ കാണുന്ന ആ കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ അറിയുകയും താൻ ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദേശിച്ചു എന്നാണ് പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കൊല്ലാൻ കഴിയില്ലല്ലോ, അത് ഉപദേശിക്കാനല്ലേ കഴിയൂ എന്ന മട്ടിലാണ് അതിനോട് അദ്ദേഹം പ്രതികരിച്ചത്. ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞു കേട്ടതിൽ താരതമ്യേന ഗൗരവം കുറഞ്ഞ കേസ്, ഗൗരവം തീരെയില്ലാത്ത കേസ് എന്നല്ല ഞാൻ പറയുന്നത്, പറഞ്ഞു കേട്ടതിൽ പുറത്തേക്ക് വന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗൗരവം കുറഞ്ഞതാണ്. അതിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെടുകയായിരുന്നല്ലോ ബാക്കി കാര്യങ്ങൾ. പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളുണ്ടല്ലോ, അത് ഈ പറഞ്ഞ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ, അതിൽ എത്രമാത്രം അറിവുണ്ടായിരുന്നു നേതാക്കൾക്ക്? ആ കാര്യത്തിലും അറിവുണ്ടായിരുന്നു. മറ്റൊരു കേസിലും ആളുകൾക്ക് അറിവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രധാനപ്പെട്ട, എനിക്കത് പറയാൻ കഴിയില്ല, എനിക്കറിയാം, അത് വിശദീകരിക്കണമെന്നില്ല. അത് വിശദീകരിക്കേണ്ട, ബാക്കി പറഞ്ഞോളൂ.
ശരി. എന്നുവെച്ചാൽ ആളെ തിരിച്ചറിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അതെ. ആ ആളാരാ തിരിച്ചറിയേണ്ടതില്ല, നമുക്ക് വിഷയത്തിലേക്ക് മാത്രം മനസ്സിലായി. വന്നാം. അതെ, തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അയാൾക്ക് പോലും ഈ വിഷയത്തിൽ ഇത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയോടും ഒരു മനുഷ്യനും, പൊതുപ്രവർത്തകൻ പോകട്ടെ, രാഷ്ട്രീയക്കാരൻ പോകട്ടെ, MLA പോകട്ടെ, കോൺഗ്രസ് പോകട്ടെ, എല്ലാം പോകട്ടെ, ഒരു സാധാരണ മനുഷ്യനും ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ പരാതികൾ, അത് രേഖാമൂലമുള്ള പരാതികളായിരിക്കില്ല, അല്ലെങ്കിൽ വോയിസ് ചിലപ്പോൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. മറ്റു തരത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഈ പറയുന്ന ഷാഫി പറമ്പിലും VD സതീശനും കേട്ടിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഞാൻ എൻ്റെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ച പത്രസമ്മേളനത്തിലും ഇയാളെ, ഈ സൈക്കോപാത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ, എൻ്റെ 3ാമത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ വിഷയം, ഇതുപോലെയുള്ള പരാതികളുണ്ട്, അവിടെ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വാർത്തകളുണ്ട്, ഞാൻ നേരിട്ട് പ്രതിപക്ഷ നേതാവിന് മറ്റൊരു വിഷയത്തിൽ, അത് ഈ വിഷയത്തിലല്ല, മറ്റൊരു വിഷയത്തിൽ ഒരു യുവതിയോട്, എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇപ്പോഴും കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു യുവതി നേരിട്ട് പോയി പരാതി കൊടുത്ത കാര്യമടക്കമുണ്ട് എന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അന്ന് ഇവരൊക്കെ ശങ്കരാടിയുടെ മറ്റേ സന്ദേശം സിനിമയിലെ ആ ഡയലോഗൊക്കെ ഇട്ടിട്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. പക്ഷെ എനിക്കത് തുറന്നു പറയാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ പെൺകുട്ടികൾ തുറന്നു പറയാൻ അന്ന് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ റിനി ആൻ പോലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് അന്ന് ഷാനുവിനെ ബന്ധപ്പെടണമെന്നും ഇക്കാര്യങ്ങൾ പറയണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് അന്ന് സാധിച്ചില്ല. എനിക്കിപ്പോൾ അതിനുള്ള ധൈര്യം കിട്ടിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് നേരിട്ട് ചെന്ന ഒരു യുവതി പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അറിവോട് കൂടിയാണ് ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ പോയത്. അത് ഇയാളെ കുറിച്ചല്ല, മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ച്. അപ്പോൾ പരാതി കിട്ടുമ്പോൾ ഇവരുടെ നിലപാട് ഇതാണ്. ഇപ്പൊ ചിന്തൻ ശിബിരം എന്ന് പറഞ്ഞ് പാലക്കാട് വെച്ച് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ക്യാമ്പിൽ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി, ഇതിനേക്കാൾ മോശം, ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന അതിന് സമാനമായ രീതിയിൽ ഒരു പെൺകുട്ടിയോട് ക്യാമ്പിൽ രാത്രിയിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. ആ രേഖാമൂലം ആ പെൺകുട്ടി പരാതി കൊടുത്തു. പരാതി കൊടുത്ത പെൺകുട്ടിയെ ഇവർ അവിടെ അപമാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അതിനോട് എടുക്കുന്ന സമീപനം എന്താണ് എന്നത് കൃത്യമായി ബോധ്യമുണ്ട്. താങ്കൾ ചോദിച്ച ചോദ്യം, ഈ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് അറിയുമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേർ തമ്മിൽ സംസാരിച്ച കാര്യമാണ്. അതിൽ നമുക്കെങ്ങനെ അത് കൂടുതൽ നമുക്ക് വിശദമായി പറയാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ ചെളിയിൽ ചവിട്ടിയാൽ കുഴപ്പമില്ല, പക്ഷെ അത് വൃത്തിയായി കഴുകിയിട്ട് വരണം. അത് ആളുകൾ അറിയാതെ നോക്കാനുള്ള കഴിവ് കൂടി വേണം എന്ന് ഇദ്ദേഹത്തെ ഉപദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നീചമായ ഇത്തരം പരാതികളെല്ലാം ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഈ പറയുന്ന സൈക്കോപാത്തിനോട് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, എന്നെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് ഇയാളുടെ സന്തത സഹചാരിയായിട്ടുള്ള ഫെനിയോ എന്തോ അവന്റെ പേര്, വ്യാജ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ പ്രതിയായിട്ടുള്ള അയാള്, അതെ ഫെനി നൈനാൻ, അയാള്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രണ്ടുപേർ പ്രണയത്തിലാകുന്നതിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അവർ തമ്മിൽ പ്രണയാർദ്രമായ സന്ദർഭങ്ങളിൽ ഏത് തരത്തിൽ അവർ സംസാരിക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ഒരു ഗൂഢാലോചന നടത്തി ഈ ഡ്രൈവറെ പറഞ്ഞയച്ച് ഈ പെൺകുട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു സ്ഥലത്തേക്കെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് അവിടെ ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന് സാക്ഷിയായി ഈ പറയുന്ന ആളും അയാളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഗൂഢാലോചന നടക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷവും എന്തിനാണ് ഇയാളെ പാലക്കാട് കൊണ്ടുവന്നത്? എന്തിനാണ് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത്? ഉമ്മൻചാണ്ടി സാർ മരിക്കുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇന്ന ആളെ കൊണ്ടുവരണം, ഇതൊക്കെ ആ പാർട്ടിക്കകത്ത പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇന്ന ആളെ ആക്കണമെന്ന് പറഞ്ഞ് അതിനെ മറികടന്നുകൊണ്ടാണ് ഈ സൈക്കോപാത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നത്. വീണ്ടും അയാളെ തന്നെ MLA ആക്കുന്നത്. ഈ VD സതീശൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പുതിയ കാലത്തെ വൊക്കാബുലറീസ്, നമ്മൾ പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന ഭാഷകൾ, നമ്മൾ ആണത്തമുണ്ടെങ്കിൽ വാ എന്നൊന്നും പുതിയ കാലത്ത് പറയില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ മാന്യമായ രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും പ്രതിരോധിക്കേണ്ടി വരുന്നത്, അന്ന് നിങ്ങൾ ചെയ്തില്ലേ, അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, 90-ലെ 1980-ലെ രീതിയിലാണോ, അന്നത്തെ ആയുധങ്ങൾ വെച്ചിട്ടാണോ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു കേസിനെ കാണുന്നത്? 35 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ, ഞങ്ങളൊക്കെ ഏകദേശം എന്നേക്കാൾ 2-3 വയസ്സ് ഇളയതാണ് ഈ പറയുന്ന ഈ സൈക്കോപാത്തായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ. അയാളുടെ ആ തലമുറയിൽപ്പെട്ട ആളുകൾ അങ്ങനെയാണോ രാഷ്ട്രീയത്തെ കാണേണ്ടത്? പണ്ടുണ്ടായിരുന്ന വൊക്കാബുലറീസ് പോലും മാറ്റണം എന്ന് പറയുന്ന
രാഷ്ട്രീയ മാന്യത വേണം എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ടവനൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മാന്യതയുടെ മുഖംമൂടി അണിയുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ അതിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് അയാൾ നിർവഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമം നടത്തി ആ പെൺകുട്ടി പുറത്ത് വന്ന് പറഞ്ഞപ്പോൾ ഇനി സംരക്ഷിക്കാനാകില്ല, തന്റെ ഇമേജ് കൂടി പോകും എന്ന് വന്നപ്പോൾ കൈവിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കൂ. ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ് ഷാനിബ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.